മഞ്ജുഷ ചേച്ചി ഐ തിങ്ക് എനിക്ക് മഞ്ജുഷ പാട്ട് പാടിയപ്പോ ഓർമ്മ വന്നത് ഐ തിങ്ക് പണ്ട് 2007 ബിനീത പാടിയൊരു പാട്ട് തന്നെ അല്ലെ. ആൻഡ് ആ ഒരു ട്രഡീഷണൽ യുനോ ഫോക്ക് സോങ് ആണ്. ഡാൻസേഴ്സ് ഓഫ് കോഴ്സ് നല്ലോണം കോൺട്രിബ്യൂട്ട് ചെയ്തു. മഞ്ജുഷ ചേച്ചി നല്ല രസമുണ്ടായിരുന്നു മോളെ പാടിയത്. ചേച്ചി എനിക്ക് തോന്നി എന്താ മോളെ ഒരു കുറച്ചൊരു ബലക്കുറവുണ്ടായിരുന്നു, ഒരു എനർജി കുറവ് ഉണ്ടായിരുന്ന പോലെ തോന്നി എനിക്ക്. അതുപോലെ തന്നെ ഫോക്ക് കുറച്ച് കൂടുതലാകാമായിരുന്നു എന്ന് തോന്നി, ഒരു ഫോക്ക് റെൻഡറിങ്. പിന്നെ ഒന്ന് രണ്ട് സ്ഥലത്ത് ശ്രുതി പോയിട്ടുണ്ട്. അതർവൈസ് ബാക്കിയൊക്കെ കുഴപ്പമില്ല. നല്ല കൊറിയോഗ്രാഫി ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. ഡാൻസേഴ്സ് ഒക്കെ വളരെ നല്ലോണം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ശ്രീയേട്ട ഈ സോങ് കേട്ടപ്പോഴത്തേക്ക് സാധാരണ ഇന്നലെ മെഞ്ഞാന്നൊക്കെ കേട്ട സോങ് ഉണ്ടല്ലോ, അപ്പൊ അതിനകത്തൊരു എനർജി, ഒരു ഫീൽ ഉണ്ടായിരുന്നു. ഇത് എന്ന് പറഞ്ഞ് വളരെ ഒരു ഇപ്പൊ എത്ര പവർഫുൾ ആയിട്ട് പാടിക്കഴിഞ്ഞാലും അതിനൊരു ലിമിറ്റ് ഉണ്ട്. കൊണ്ട് എത്തിക്കാൻ, കൊണ്ട് എക്സ്പ്രസ് ചെയ്യാൻ, അല്ലെങ്കിൽ കൊണ്ട് കൺവേ ചെയ്യാനുള്ള ഒരു ലിമിറ്റ് ഉണ്ട്. ആ ഒരു ലിമിറ്റില് തളർന്നു പോയ ഒരു ഫീൽ എനിക്കും കിട്ടിയായിരുന്നു. ഒരു എന്താണ് പറയുന്നത്, ഒരു ജം എന്നൊരു സാധനമില്ല, ഒരു ജിം അതിനകത്തൊരു എന്തോ നഷ്ടപ്പെട്ട ഒരു ഫീലിംഗ് തോന്നി. അത് എന്താണെന്ന് പിടികിട്ടുന്നില്ല എന്താണെന്ന്. ബട്ട് റെൻഡറിങ് വാസ് ഗുഡ്, ഡാൻസേഴ്സ് വാസ് ഗുഡ്, എവറിഥിങ് വാസ് ഗുഡ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ശ്രീയേട്ട. ശരത് സാർ മഞ്ജുഷ സാർ നന്നായിരുന്നു മോളെ. താങ്ക് യു സാർ. അത് എനിക്ക് ഞാൻ എഴുതി വെച്ചിരുന്ന ആ തേർഡ് ഫ്രേസ് ആലാപിന്റെ ശ്രുതിയും ഒക്കെ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നത് ഒരു ഫോക്ക് ടച്ച്, ആ മണ്ണിന്റെ മണം കുറച്ചും കൂടെ ആവാമായിരുന്നു. പിന്നെ ലാസ്റ്റ് ആലാപ് എൻഡ് ചെയ്തത് മോക്ക് ശ്രുതി പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ എന്തൊക്കെയാലും ഇനി തമ്പുരാന്മാര് മോളെ അറ്റാക്ക് ചെയ്യാതിരിക്കാൻ ഞാൻ ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ട്. ഇങ്ങ് വാ മഞ്ജുഷ, പോരെ അരു. ബാക്കി എക്സ്പ്ലനേഷൻ ഇവിടെ നൽകാം. മഞ്ജുഷ ഇല്ല, ഞാൻ രഞ്ജിനി ഒരു 15 രൂപയും കൂടെ കൊടുത്തിട്ടുണ്ട് പാല് മേടിക്കാൻ. അയച്ചോട്ടെ, അതൊക്കെ മേടിച്ചു. മഞ്ജുഷയ്ക്ക് വളരെയേറെ ഇഷ്ടമുള്ള കാര്യമാണ് സെറലാക്ക്. കാര്യം ഇതാ തമ്പുരാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഇപ്പഴത്തെ സെറലാക്കിൽ നിന്ന് പ്രായം പറഞ്ഞാൽ അറ്റാക്ക് ചെയ്യത്തില്ലായിരുന്നു. ഇത് നല്ലതാ കേട്ടോ. ഇതാണോ മഞ്ജുഷയുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം? സെറലാക്ക്. അമ്മ അവിടെ നാണം, അമ്മയുടെ ചിരി നോക്കൂ. സെറലാക്ക് വീറ്റേ കഴിക്കൂ, എന്തൊക്കെ നിർബന്ധങ്ങളാ മോളെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ശരത് സാർ. ആൻഡ് ഫൈനലി ഷീലാമ്മ. മഞ്ജുഷ നല്ല സുന്ദരിയാണ്, നന്നായിരുന്നു. എനിക്ക് ഇവർ പറയുന്ന കുറവുകളൊന്നും എനിക്കറിയില്ല, പക്ഷെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഒരു ഡ്രാമ കണ്ട ഒരു ഫീലിംഗ്, അല്ലെങ്കിൽ ഒരു സിനിമ കണ്ട ഫീലിംഗ് എനിക്ക് തോന്നി. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാരണവർ വരുന്നു, നോക്കുന്നു, ചിരിക്കുന്നു. എന്ത് സിൻസിയറായിട്ടാണ് അങ്ങേര് അഭിനയിച്ചതും ആ തുപ്പിയതും. ഞാൻ എപ്പോഴും ഈ ടി വിയിൽ പാട്ട് പാടുമ്പോഴും പുറകെയുള്ള ആൾക്കാരാണ് ഞാൻ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. കാരണം അവരെല്ലാവരും ആയിരം സ്വപ്നങ്ങളായിട്ട് ഈ സിനിമാ ഫീൽഡിൽ വന്ന ആൾക്കാരാണ്. എല്ലാവരും മിക്കവാറും പേരും ഹീറോ ആവണം, ഹീറോയിൻ ആവണം എന്നുള്ള ഈ കണക്കിലാണ് വരുന്നത്. പക്ഷെ അവസാനം അവർ കൊണ്ട് ചേരുന്നത് ഇങ്ങനെ ഡാൻസറായിട്ടും ഗ്രൂപ്പ് ഡാൻസിലൊക്കെയാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, നന്നായിരുന്നു. കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു മാം. ഓക്കെ മഞ്ജുഷ, എനി മാർക്സ്? ശ്രീയേട്ട ഔട്ട് ഓഫ് 30. 22. ശരത് സാർ 22 മാർക്സ്. 22. ചിത്ര ചേച്ചി ഔട്ട് ഓഫ് 30. 23. 23. And Sheelama out of 10. 8 on 10. 67 plus 8, 75. 75 മാർക്സ് ആണ് മഞ്ജുഷയുടെ ഈ ട്രഡീഷണൽ ഫോക്ക് സോങ്സ് നാടൻ പാട്ട് റൗണ്ടിലെ ജഡ്ജസ് നൽകിയത്. പാട്ടെല്ലാവരും കേട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനിയും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ വോട്ടിംഗ് ഫോർമാറ്റ് ISS സ്പേസ് മഞ്ജുഷ